സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായി 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം വായിക്കുന്നു. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. വിശുദ്ധ ദൈവവചനത്തിൽ അനേകം വിളികളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഓരോ കാര്യങ്ങൾക്കായി, എന്ത് കാര്യങ്ങൾക്കായി ദൈവം വിളിച്ചിരിക്കുന്നു എന്ന് ഓരോ വാക്യങ്ങളിലും നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു വിളി ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നു. ഈ ഒരു വിളി എന്ന് പറയുന്നത് നിങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്. ഇവിടെ കുറച്ചുകൂടെ വ്യത്യസ്തമായൊരു വിളിയാണ്. ഇവിടെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം പ്രാപിക്കാനാണ്. നോക്കുക, ക്രിസ്തു അവൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച, അങ്ങനെ ദൈവ മക്കളായി തീർന്ന ഓരോരുത്തരെയും വിളിക്കുമ്പോൾ ഇതൊന്നും പറഞ്ഞിട്ടല്ല വിളിക്കുന്നത് നിന്നെ ശുദ്ധീകരിച്ച് നിർമ്മലനായി പാപമില്ലാതെ പാപം പോക്കി നീതിമാനായി മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ടുള്ളതായ ഒരു വിളിയിൽ നമ്മൾ അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ദൈവവചനം ആഴത്തിൽ നമ്മോട് സംസാരിക്കുന്നു വിവിധ തരത്തിലുള്ള വിളികളെക്കുറിച്ച്. ഇവിടെ വ്യത്യസ്തമായൊരു വിളി കാണുന്നു. അനുഗ്രഹം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അത് നല്ലൊരു വിളിയാണ്. ദൈവിക സമൃദ്ധിയും ആത്മാവിൻ്റെ സമൃദ്ധിയും ഭൗതിക നന്മകളും ഭൗതിക സന്തോഷവും പരിശുദ്ധാത്മാവിനുള്ളതായ സന്തോഷവും നാം പ്രാപിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ക്രമീകരിച്ചേ പറ്റുകയുള്ളൂ. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ. ഇതെല്ലാം ചെയ്യുന്നത് നാവ് എന്ന് പറയുന്നതായ ഒരു അവയവമാണ്. ആ നാവിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറാണ്, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയാണ്, നമ്മുടെ മനസ്സാണ്. ഒരാൾ ശകാരിക്കുമ്പോൾ, ഒരാൾ നമുക്കെതിരെ ദോഷം നിരൂപിക്കുമ്പോൾ തിരിച്ചൊരു ശകാരമോ ഒരു ദോഷമോ അല്ല ചെയ്യേണ്ടത്, മറിച്ച് നാം ചെയ്യേണ്ടത് അവരെ അനുഗ്രഹിക്കുക എന്നുള്ളതത്രേ. അപ്പോൾ ശാപത്തിന് പകരം ശപിക്കാതെ അനുഗ്രഹിപ്പാനാണ് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തി അനുഗ്രഹം പ്രാപിക്കാനാണോ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. അതിന് ആത്മാവിൻ്റെ വിവേചനപരമോ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ദർശനമോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു വിശ്വാസി വേറോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ഒരു വ്യക്തി അനുഗ്രഹം പ്രാപിക്കാനാണോ വിളിക്കപ്പെട്ടിരിക്കുന്നത്, അതോ ശാപം ഏറ്റുവാങ്ങാനാണോ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവരുടെ സംസാരം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവരുടെ സംസാരം തൊട്ടു മുമ്പിൽ നിൽക്കുന്നയാളെ ശപിച്ചുകൊണ്ട്, തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് ദോഷം പറഞ്ഞുകൊണ്ട്, തൊട്ടു മുമ്പിൽ നിൽക്കുന്നയാൾ ഒരിക്കലും നന്നാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണോ അവർ സംസാരിക്കുക? അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ഈ ഒരു വ്യക്തി ഒരിക്കലും നന്നാകുകയില്ല, ഒരിക്കലും അവൻ ഉയരുകയില്ല, ജീവിതത്തിൽ അവൻ വിടുതൽ പ്രാപിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശകാരിച്ചുകൊണ്ടാണോ സംസാരിക്കുന്നത്? അപ്പോഴേ മനസ്സിലാക്കിക്കൊള്ളുക, ഈ പറയുന്ന വ്യക്തി ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാനല്ല വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അനുഗ്രഹത്തിന് ഓപ്പോസിറ്റ് ഉണ്ട്. അനുഗ്രഹത്തിന് പകരം ശാപം പ്രാപിക്കാനായിരിക്കാം അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഒരാളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം അവൻ അനുഗ്രഹം പ്രാപിക്കാനാണോ വിളിക്കപ്പെട്ടിരിക്കുന്നത്, ശാപം പ്രാപിക്കാനാണോ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ ഈ വാക്യപ്രകാരം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുന്നു. അതുകൊണ്ടാണ് സദൃശ്യവാക്യത്തിൽ പറയുന്നത്, നാവിൻ്റെ അധികാരത്തിൽ മരണവും ജീവനും ഇരിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നത്, നാവ് വലിയ കാട് കത്തിക്കുന്ന ഒരു തീയായി മാറുവാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നാക്കുകൊണ്ട് പറയുന്നത്, നമ്മൾ നേരത്തെ ഒരു ദിവസം ചിന്തിച്ചതുപോലെ നാം കൽപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നാം മറ്റൊരാളെ ശപിക്കുകയാണെങ്കിൽ, മറ്റൊരാളെ ശകാരിക്കുകയോ ദോഷം പറയുകയോ ചെയ്യുകയാണെങ്കിൽ ഓർക്കുക, അത് അനുഗ്രഹത്തിന് പകരം നമ്മുടെ ജീവിതത്തിൽ
ശാപം മാത്രമേ കൊണ്ടുവരികയുള്ളൂ. ഈ ദിവസം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ പൈതലേ, അനുഗ്രഹം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കുക. നിങ്ങളെ ശപിച്ചവരെ നോക്കി, നിങ്ങളെ പഴിച്ചവരെ നോക്കി, ദ്രോഹിച്ചവരെ നോക്കി എന്ന് പകൽക്കാലം അനുഗ്രഹിക്കുക. ഈ ദിവസം അനുഗ്രഹിക്കുക. അനുഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറും. എല്ലാത്തിനെയും അനുഗ്രഹിപ്പാൻ നാവിൻ്റെ അധീനതയിലിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ നാമും നിങ്ങളും അനുഗ്രഹം പ്രാപിക്കാൻ ഇടയായി തീരുമാറാകട്ടെ. നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.